കർത്താവേ ആത്മാവേ ഗുഹായേ അഭിഷേക കാറ്റായി പറന്നിറങ്ങൂ. ആത്മാവേ ആത്മാവേ ഗുഹായേ അഭിഷേക കാറ്റായി പറന്നിറങ്ങൂ. അവദൈവത്തിൻ അത്ഭുത ശക്തിയെ പുത്രൻ യേശുതൻ വാഗ്ദാനം നീയേ. ആദിമ ചൈതന്യം നിറയും ഗുഹായേ. വേദന തിങ്ങും ഹൃദയത്തിൽ പരിശുദ്ധാത്മാവേ നീ നിത്യം വന്നിടണേ. വേദന തിങ്ങും ഹൃദയത്തിൽ പരിശുദ്ധാത്മാവേ നീ സൗഖ്യം നൽകിടണേ. വേദന തിങ്ങും ഹൃദയത്തിൽ പരിശുദ്ധാത്മാവേ നീ നിത്യം വന്നിടണേ. വേദന തിങ്ങും ഹൃദയത്തിൽ പരിശുദ്ധാത്മാവേ നീ സൗഖ്യം നൽകിടണേ. കണ്ടുവോ നീ എന്നെ തിരുവോസ്തിയിൽ, നുകർന്നുവോ നീ എന്നെ തിരുരക്തത്തിൽ. ബലിവസ്തുവായിതാ ബലിവേദിയിൽ മുറിഞ്ഞു ഞാൻ തീർത്തു ഞാനീ കുർബാന പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യേശുവേ നന്ദി. സ്നേഹമുള്ളവരെ, ഇന്നേ ദിവസം എൽ റുഹ ദൈവ വചന ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന നമുക്കെല്ലാവർക്കും കർത്താവ് തരുന്ന ശക്തമായ ഒരു ദൈവിക സന്ദേശമാണ്. നമ്മിലെ വെറുപ്പ്, ജഡികാസക്തി, മാത്സര്യബുദ്ധി ഇത് നമ്മിന്ന് വിട്ടുപോകാൻ നമ്മൾ തന്നെ സ്വയം ബന്ധന പ്രാർത്ഥന ചൊല്ലി നമ്മെ തന്നെ ബന്ധിച്ച് പ്രാർത്ഥിക്കുക. പ്രൈസ് ദി ലോർഡ്. വിളിച്ചു പറഞ്ഞേ ഹല്ലേലൂയ. നമ്മൾ തന്നെ ബന്ധന പ്രാർത്ഥന ചൊല്ലി നമുക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. നമ്മിലെ തിന്മകൾ വിട്ടുപോകാൻ വേണ്ടി പ്രാർത്ഥിക്കണം. എൽ റുഹ ധ്യാന കേന്ദ്രത്തിൽ നടക്കുന്നൊരു ബന്ധന പ്രാർത്ഥനാ പുസ്തകം, ആ പുസ്തകത്തിലൊരു ബന്ധന പ്രാർത്ഥന അച്ഛൻ ചൊല്ലി കേൾപ്പിക്കാം. അതൊരു മാതൃകയാണ്. ആ രീതിയിലുള്ള ഏത് ബന്ധന പ്രാർത്ഥനകളും നമുക്ക് ചൊല്ലി നമ്മെ തന്നെ ബന്ധിച്ച് നമുക്ക് പ്രാർത്ഥിക്കാവുന്നതാണ്. വലിയ പ്രാർത്ഥന ഇങ്ങനെയാണ്: എൻ്റെ കർത്താവേ, അങ്ങ് സർവശക്തനാണ്, ദൈവമാണ്, അങ്ങ് പിതാവാണ്. ദുഷ്ടൻ അടിമകളാക്കി വെച്ചിരിക്കുന്ന ഞങ്ങളുടെ സഹോദരീ സഹോദരന്മാരുടെ വിമോചനത്തിനായി മുഖ്യദൂതന്മാരായ മിഖായേലിൻ്റെയും ഗബ്രിയേലിൻ്റെയും റഫായേലിൻ്റെയും സഹായവും മാധ്യസ്ഥം തേടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സ്വർഗത്തിലെ സകല വിശുദ്ധരെ ഞങ്ങളുടെ സഹായത്തിന് വരണമേ. ഉത്കണ്ഠയിലും ദുഃഖത്തിലും അടിമത്തത്തിലും നിന്ന് ഞങ്ങളെ മോചിപ്പിക്കണമെന്ന് കർത്താവെ അങ്ങയോട് ഞങ്ങൾ യാചിക്കുന്നു. വെറുപ്പിലും ജഡികാസക്തിയിലും സ്പർദ്ധയിൽ നിന്ന് കർത്താവെ ഞങ്ങളെ മോചിപ്പിക്കണമെന്ന് ഞങ്ങൾ യാചിക്കുന്നു. കണ്ടോ, അസൂയയിലും കോപത്തിലും മരണചിന്തയിൽ നിന്ന് കർത്താവെ ഞങ്ങളെ മോചിപ്പിക്കണമെന്ന് ഞങ്ങൾ യാചിക്കുന്നു. ആത്മഹത്യയെക്കുറിച്ചും ഭ്രൂണഹത്യയെക്കുറിച്ചുള്ള ചിന്തകളിൽ നിന്ന് കർത്താവെ ഞങ്ങളെ മോചിപ്പിക്കണമെന്ന് ഞങ്ങൾ യാചിക്കുന്നു. എല്ലാ തരത്തിലുള്ള പാപകരമായ ലൈംഗികതയിൽ നിന്ന് കർത്താവെ ഞങ്ങളെ മോചിപ്പിക്കണമെന്ന് ഞങ്ങൾ യാചിക്കുന്നു. ഞങ്ങളുടെ കുടുംബത്തിലെല്ലാ ഭിന്നതകളിൽ നിന്ന് കർത്താവെ ഞങ്ങളെ മോചിപ്പിക്കണമെന്ന് ഞങ്ങൾ യാചിക്കുന്നു. എല്ലാ ചീത്ത കൂട്ടുകെട്ടുകളിൽ നിന്ന് കർത്താവെ ഞങ്ങളെ മോചിപ്പിക്കണമെന്ന് ഞങ്ങൾ യാചിക്കുന്നു. സകല കൂടോത്രങ്ങളിലും ക്ഷുദ്രപ്രവർത്തനങ്ങളിലും മന്ത്രവാദത്തിലും ആഭിചാര ക്രിയകളിൽ നിന്ന് കർത്താവെ ഞങ്ങളെ മോചിപ്പിക്കണമെന്ന് ഞങ്ങൾ യാചിക്കുന്നു. കണ്ടോ, അവസാനം ഇങ്ങനെയാണ്: ഞാൻ നിങ്ങൾക്ക് സമാധാനം തന്നിട്ട് പോകുന്നു, എൻ്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ നൽകുന്നു എന്നരുൾ ചെയ്ത കർത്താവേ, കന്യകാമറിയത്തിൻ്റെ മധ്യസ്ഥതയാൽ എല്ലാ ക്ഷുദ്രപ്രവർത്തനങ്ങളിൽ നിന്നും മോചനം നേടി അങ്ങയുടെ സമാധാനം ഞങ്ങൾ ആസ്വദിക്കട്ടെ. ഞങ്ങളുടെ നാഥനായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ആമേൻ. വിളിച്ചു പറഞ്ഞേ ഹല്ലേലൂയ. കണ്ടോ, സ്വയം ബന്ധിച്ച് പ്രാർത്ഥിക്കുകയാണ്. മനസ്സിലായോ? അപ്പോൾ നമ്മുടെ വെറുപ്പ്, വിദ്വേഷം, ഇപ്പോൾ ഒത്തിരി മക്കളാണ് ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന. നമ്മിൽ ഒത്തിരി മക്കൾ അതികഠിനമായ വെറുപ്പിലും ജഡികാസക്തിയിലും സ്പർദ്ധ എന്ന് വെച്ചാൽ കോമ്പറ്റീഷൻ, മത്സര്യബുദ്ധി, ഞാനോ വലുത് നീയോ വലുത്, ഈ ഒരു ചിന്തയിലായിരിക്കുന്ന മക്കളെയാണ് കർത്താവ് കൂടുതൽ കാണുക. അതുകൊണ്ടായിരിക്കാം കർത്താവ് ഈ പ്രത്യേകമായ സന്ദേശം നൽകുക. ഈ തിന്മ, ഈ കഠിനമായ വെറുപ്പ്, അല്ലെങ്കിൽ ഈ ജഡികാസക്തി, ഈ മാത്സര്യബുദ്ധി, ഇതൊക്കെ നമ്മിന്ന് ഒരുപക്ഷെ നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ടാവും വിട്ടുപോകാനായിട്ട്, പക്ഷെ വിട്ടുപോകുന്നില്ലായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള മക്കളത് വിട്ടുപോകാൻ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്വയം ബന്ധിക്കുക. വെറുപ്പിലും
ജഡികാസക്തിയിലും സ്പർദ്ധയിൽ നിന്ന് കർത്താവെ ഞങ്ങളെ മോചിപ്പിക്കണമെന്ന് ഞങ്ങൾ യാചിക്കുന്നു. കണ്ടോ, അസൂയ, കോപം, മരണചിന്ത, കർത്താവെ അതിൽ നിന്ന് എനിക്ക് വിടുതൽ നൽകണമെന്ന്, മോചിപ്പിക്കണമെന്ന് ഞാൻ യാചിക്കുന്നു. ആത്മഹത്യ, ഭ്രൂണഹത്യ ചിന്തകൾ, വീണ്ടും എന്താ പാപകരമായ ലൈംഗികത ഇനി നിന്ന് വിട്ടുപോട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. കണ്ടോ, ഇങ്ങനെ നെറ്റിയിൽ കുരിശ് വരച്ച് പ്രാർത്ഥിക്കാൻ പറ്റിയ വളരെ നല്ലത്. എൻ്റെ കുടുംബത്തിലെ എല്ലാ ഭിന്നതകൾ എൻ്റെ കുടുംബത്തിൽ നിന്ന് കുടുംബത്തിൽ വിട്ടുപോട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. എല്ലാ ചീത്ത കൂട്ടുകെട്ടുകൾ ഇനി നിന്ന് വിട്ടുപോട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ സ്വയം ബന്ധിച്ച് പ്രാർത്ഥിക്കുക. സകല കൂടോത്രം, ക്ഷുദ്രപ്രവർത്തനം, മന്ത്രവാദം, ആഭിചാരക്രിയകൾ മറ്റുള്ളവർ എനിക്കെതിരെ ചെയ്തിട്ടുണ്ട്, അതിൽ നിന്നൊക്കെ വിട്ടുപോട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇങ്ങനെ സ്വയം ബന്ധിച്ച് പ്രാർത്ഥിക്കുന്നത് ഇത്തരം തിന്മകൾ, ദുഃഖം, ഉത്കണ്ഠ, അടിമത്തം ഇതൊക്കെ നമ്മിന്ന് വിട്ടുപോകാൻ കാരണമായി തീരും. അല്ലെ ഇത് പറഞ്ഞേ ഹല്ലേലൂയ. ഒത്തിരി കുടുംബങ്ങളിലും വ്യക്തി ജീവിതത്തിലും പിശാച് പ്രവർത്തിക്കുന്ന ഒരു മേഖലയാണ്. അതിനെ വിളിക്കുന്നൊരു പേരുണ്ട്. അതിനെ വിളിക്കുന്ന പേരാണ് പിശാചിൻ്റെ ശല്യപ്പെടുത്തൽ. ചിലപ്പോൾ നമ്മുടെ പല ഭവനങ്ങളുണ്ടായിരിക്കാം. അതായത് വളർത്തുമൃഗങ്ങൾ ഒന്നും വാഴില്ല, എല്ലാം ചത്തുപോകും, മനസ്സിലായോ? അല്ലെങ്കിൽ എന്താ പറയുക, അടിക്കടി രോഗപീഠകൾ, മനസ്സിലായോ? എത്ര അധ്വാനിച്ചാലും സാമ്പത്തികമായിട്ട് വളരാൻ പറ്റാത്ത അവസ്ഥ, എത്ര പൈസ വന്നാലും സൂക്ഷിച്ചാൽ ഇരിക്കില്ല, അതിങ്ങനെ പെട്ടെന്ന് ചിലവായി പോകും. അല്ലെങ്കിൽ തട്ടൽ, മുട്ടൽ, ഓടൽ, ചാടൽ, ചില വീടുകളിലൊക്കെ അങ്ങനെയാണ്. ടെറസിൻ്റെ മേലെ ആരോ നടക്കണ ശബ്ദം, പോയി നോക്കുമ്പോൾ ആരുണ്ടാവില്ല. അല്ലെങ്കിൽ വാതിൽമേൽ തട്ടൽ കേൾക്കുക, പോയി തുറന്നു നോക്കുമ്പോൾ ആരുണ്ടാവില്ല. കോളിംഗ് ബെല്ല് തന്നെ അടിക്കുക, പോയി നോക്കുമ്പോൾ ആരുണ്ടാവില്ല. ആരോ ബാത്റൂമിൽ ഫ്ലഷ് അടിക്കുക, പോയി നോക്കുമ്പോൾ ആരുണ്ടാവില്ല. അല്ലെങ്കിൽ മണിക്കിലുക്കം, അല്ലെങ്കിൽ പോളിസ്റ്റർ സാരി വലിക്കുന്ന ശബ്ദം, ചങ്ങലിട്ട് ആന നടന്നു പോകുമ്പോൾ ഒരു പ്രത്യേക ഒരു എന്താ പറയുക ചങ്ങല വലിക്കുന്ന ശബ്ദം, ഇങ്ങനെയുള്ള പല പ്രതിഭാസങ്ങൾ ചില വീടുകളിലൊക്കെ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ചില വീടുകളിലൊക്കെ ഉണ്ടാവും. അതിനെ വിളിക്കുന്ന പേരാണ് പിശാചിൻ്റെ ശല്യപ്പെടുത്തൽ എന്ന ഗണത്തിലാണ് അതിനേക്ക് പെടുത്തുക. അപ്പം അങ്ങനെയുള്ള വീട്ടുകാരൊക്കെ എന്ത് ചെയ്യണം? ഈ വിമോചന പ്രാർത്ഥന, ബന്ധന പ്രാർത്ഥന ചെല്ലണം. ബന്ധന പ്രാർത്ഥന ചൊല്ലി നമ്മുടെ വീട് നമ്മൾ തന്നെ ഹന്നാളം തെളിച്ച് കുന്തിരിക്കം പോക്കുക. ഭൂതോച്ചാരണ വസ്തുക്കളായ വെഞ്ചരിച്ച കല്ലുപ്പ് ഇത് വിശ്വാസപ്രമാണം ചൊല്ലി ശക്തിയിൽ വീടിന് ചുറ്റും കിണറ്റിലും തൊഴുത്തിലും ആ ഭാഗത്തൊക്കെ വളർത്തുമൃഗങ്ങളുടെ താമസിക്കുന്ന സ്ഥലങ്ങളിലൊക്കെ ഇട്ട് പ്രാർത്ഥിക്കുക. അല്ലെങ്കിൽ ഹന്നാവളം തെളിക്കുക, കുന്തിരിക്കം പോക്കുക. ഇതൊക്കെ ചെയ്യുന്നത് ഒത്തിരി ബന്ധനങ്ങളും തടസ്സങ്ങളൊക്കെ വിട്ടുപോകാനായിട്ട് കഴുത്തിലൊരു ബന്ധിങ്ങി ധരിക്കുക. ഇന്ന് പ്രത്യേകമായി കർത്താവ് നമുക്ക് തരുന്ന സന്ദേശം, ഈ വെറുപ്പും ജഡികാസക്തിയും സ്പർദ്ധയും വിട്ടുപോകാൻ സ്വയം ബന്ധിച്ച് പ്രാർത്ഥിക്കുക. എങ്ങനെ? വെറുപ്പിലും ജഡികാസക്തിയിലും സ്പർദ്ധയിൽ നിന്ന് കർത്താവ് എന്നെ മോചിപ്പിക്കണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്. ഇങ്ങനെ കുരിശ് വരച്ച് പ്രാർത്ഥിക്കുന്ന ഒത്തിരി ബന്ധനങ്ങൾ, ഇത്തരത്തിലുള്ള തിന്മയുടെ രൂപികൾ നമ്മെ വിട്ടുപോകാൻ കാരണമായി തീരും. ഇന്ന് നമ്മൾ ഏതാനും വചനങ്ങൾ ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കുക. ഈ തിന്മകൾ വിട്ടുപോകാൻ ആഗ്രഹിച്ചുകൊണ്ട് നിങ്ങളെല്ലാവരും അച്ഛൻ ചൊല്ലിത്തരുന്ന ചില വചനഭാഗങ്ങൾ ഏറ്റുചൊല്ലി നമുക്ക് പ്രാർത്ഥിക്കാം. ആദ്യമായി ഏറ്റുപറയുന്നു മത്തായി 8:28 തിരുവചനം. എല്ലാവരും ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കുക. യേശു ഗദറായരുടെ ദേശത്തെത്തിയപ്പോൾ ശവക്കല്ലറകളിൽ നിന്ന് ഇറങ്ങി വന്ന 2 പിശാച് ബാധിതർ അവനെ കണ്ടുമുട്ടി. പിശാചുകൾ അവനോട് അപേക്ഷിച്ചു, നീ ഞങ്ങളെ പുറത്താക്കുന്നുവെങ്കിൽ ആ പന്നി കൂട്ടത്തിലേക്ക് അയക്കണമേ. അവൻ പറഞ്ഞു, പൊയ്ക്കൊള്ളുവിൻ. അവ പുറത്തു വന്ന് പന്നികളിൽ പ്രവേശിച്ചു. പന്നിക്കൂട്ടം മുഴുവൻ കിഴക്കാൻ തൂക്കായ നിരത്തിലൂടെ പാഞ്ഞു ചെന്ന് കടലിൽ മുങ്ങിച്ചത്തു. പറഞ്ഞേ ഹല്ലേലൂയാ. ഇരുകരമത്തിൽ പറഞ്ഞേ ഹല്ലേലൂയാ, ഹല്ലേലൂയാ. വീണ്ടും മത്തായി 9:32 ഏറ്റു പറഞ്ഞ് പ്രാർത്ഥിക്കാം. പിശാച് ബാധിതനായ ഒരു ഊമനെ ജനങ്ങൾ അവന്റെ അടുക്കൽ കൊണ്ടുവന്നു. അവൻ പിശാചിനെ പുറത്താക്കിയപ്പോൾ ആ ഊമൻ സംസാരിച്ചു. പറഞ്ഞേ ഹല്ലേലൂയാ. ഇരുകരത്തിൽ പറഞ്ഞേ ഹല്ലേലൂയാ, ഹല്ലേലൂയാ. മത്തായി 12:22 ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കാം. അന്ധനും ഊമനുമായ ഒരു പിശാച് ബാധിതനെ അവർ യേശുവിന്റെ അടുക്കൽ കൊണ്ടുവന്നു. യേശു അവനെ സുഖപ്പെടുത്തി. അവൻ സംസാരിക്കുകയും കാണുകയും ചെയ്തു. വലതി പറഞ്ഞേ ഹല്ലേലൂയാ. ഇരുകരത്തിൽ പറഞ്ഞേ ഹല്ലേലൂയാ. വീണ്ടും മത്തായി 15:22 ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കാം. ഒരു കാനാങ്കാരി
കാനാൻകാരി വന്ന് കരഞ്ഞപേക്ഷിച്ചു, കർത്താവേ, ദാവീദിന്റെ പുത്ര, എന്നിൽ കനിയണമേ. എന്റെ മകളെ പിശാച് ക്രൂരമായി ബാധിച്ചിരിക്കുന്നു. യേശു പറഞ്ഞു, സ്ത്രീയെ, നിന്റെ വിശ്വാസം വലുതാണ്. നീ ആഗ്രഹിക്കുന്നത് പോലെ നിനക്ക് ഭവിക്കട്ടെ. ആ സമയം മുതൽ അവളുടെ പുത്രി സൗഖ്യമുള്ളവളായി. പറഞ്ഞേ ഹല്ലേലൂയാ. ഇരുകരത്ത് പറഞ്ഞേ ഹല്ലേലൂയാ, ഹല്ലേലൂയാ. വീണ്ടും മത്തായി 17:14 ഏറ്റു പറഞ്ഞ് പ്രാർത്ഥിച്ചേൻ. അവർ ജനക്കൂട്ടത്തിന്റെ അടുത്തു വന്നപ്പോൾ ഒരാൾ കടന്നു വന്ന് അവന്റെ സന്നിധിയിൽ പ്രണമിച്ചുകൊണ്ട് പറഞ്ഞു, കർത്താവേ, എന്റെ പുത്രനിൽ കനിയണമേ. അവൻ അപസ്മാരം പിടിപെട്ട് വല്ലാതെ കഷ്ടപ്പെടുന്നു. യേശു അവനെ ശാസിച്ചു, പിശാച് അവനെ വിട്ടുപോയി. തൽക്ഷണം ബാലൻ സുഖം പ്രാപിച്ചു. വലത് പറഞ്ഞേ ഹല്ലേലൂയാ. ഇരുകരത്ത് പറഞ്ഞേ ഹല്ലേലൂയാ, ഹല്ലേലൂയാ. മർക്കോസ് 1:21 അവസാനമായി ഏറ്റു പറഞ്ഞ് പ്രാർത്ഥിച്ചേൻ. അശുദ്ധാത്മാവ് ബാധിച്ച ഒരുവൻ അവിടെ ഉണ്ടായിരുന്നു. അവൻ അലറി, നസ്രായനായ യേശുവേ, നീ എന്തിന് ഞങ്ങളുടെ കാര്യത്തിൽ ഇടപെടുന്നു? യേശു അവനെ ശാസിച്ചു, നിശബ്ദനായിരിക്കുക, അവനെ വിട്ടു നീ പുറത്തു വരിക. അശുദ്ധാത്മാവ് അവനെ തള്ളി വീഴ്ത്തിയിട്ട് ഉച്ചസ്വരത്തിൽ അലറിക്കൊണ്ട് പുറത്തു വന്നു. ഇരു കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് ശക്തമായി ഒന്ന് സ്തുതിച്ച് പ്രാർത്ഥിച്ചേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ശബ്ദമുയർത്തി എല്ലാവരും സ്തുതിക്കട്ടെ. നമ്മൾ ഏറ്റു പറഞ്ഞ വചനത്തിന്റെ അഭിഷേകത്താൽ എല്ലാ ജഡികാസക്തിയും വിട്ടുപോട്ടെ, ലൈംഗികാസക്തി വിട്ടുപോട്ടെ, തെറ്റായ ലൈംഗികതകൾ വിട്ടുപോട്ടെ, തെറ്റായ സ്നേഹബന്ധങ്ങൾ വിട്ടുപോട്ടെ, വാശി, വൈരാഗ്യം, നീരസം, പിണക്കം, പ്രതികാരചിന്തകള്, ഉറപ്പ്, വിദ്വേഷം വിട്ടുപോട്ടെ, സ്പർദ്ധ വിട്ടുപോട്ടെ, ഞാനോ വലുത് നീയോ വലുതെന്നുള്ള മത്സര ബുദ്ധികൾ മാറിപ്പോട്ടെ, കോമ്പറ്റീഷൻ മനോഭാവം വിട്ടുപോട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഭയം, ദുഃഖം, നിരാശ, ആകുലത, ഉത്കണ്ഠ യേശു നാമത്തിൽ മാറിപ്പോട്ടെ. പിശാചിന്റെ ശല്യപ്പെടുത്തലുകൾ ഓരോ കുടുംബങ്ങളിൽ നിന്നും, വ്യക്തി ജീവിതത്തിൽ നിന്നും, വ്യക്തികളിൽ നിന്നും എന്നേക്കുമായി മാറിപ്പോട്ടെ. ശക്തമായി ശ്രദ്ധിച്ച് ആരാധിക്കുക. വിശ്വാസത്തോടെ ആരാധിച്ച്, ശക്തിയോടെ, വിശ്വാസത്തോടെ ദിവികാണ്ടിനെ നോക്കിക്കൊണ്ട് കരങ്ങളടിച്ച് ഞങ്ങൾ വിശ്വാസത്താൽ ആരാധിക്കുന്നേ, അന്നു ഞങ്ങൾ മുഖം കണ്ട് ആരാധിച്ചിടും. ഇന്നു ഞങ്ങൾ വിശ്വാസത്താൽ ആരാധിക്കുന്നേ, അന്നു ഞങ്ങൾ മുഖം കണ്ട് ആരാധിച്ചിടും. ബന്ധനമടിയും കെട്ടുകളടിയും ആരാധനയെങ്കിൽ, കോട്ടകൾ തകരും ബാധകൾ ഒടിയും ആരാധനയെങ്കിൽ. ബന്ധനമടിയും കെട്ടുകളടിയും ആരാധനയെങ്കിൽ, കോട്ടകൾ തകരും ബാധകൾ ഒടിയും ആരാധനയെങ്കിൽ. അപ്പസ്തോലർ രാത്രികാലെ ആരാധിച്ചപ്പോൾ ചങ്ങല പൊട്ടി ബന്ധിതരെല്ലാം മോചിതരായല്ലോ. അപ്പസ്തോലർ രാത്രികാലെ ആരാധിച്ചപ്പോൾ ചങ്ങല പൊട്ടി ബന്ധിതരെല്ലാം കരങ്ങളുയർത്തിയടിച്ചു പാടിയേ. ആരാധിക്കുന്നേ, ഞങ്ങൾ ആരാധിക്കുന്നേ, ഏകരക്ഷകനേശുവിനെ ആരാധിക്കുന്നേ, ആരാധിക്കുന്നേ, ഞങ്ങൾ ആരാധിക്കുന്നേ, സൗഖ്യദായകനേശുവിനെ ആരാധിക്കുന്നേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കരമൊന്ന് സ്തുതിച്ച് ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. വാ തുറന്ന് ഹല്ലേലൂയ പറഞ്ഞ് സ്തുതിച്ച് പ്രാർത്ഥിക്കുക. ഭാഷയുള്ള ഭാഷ പറഞ്ഞ് സ്തുതിച്ച് പ്രാർത്ഥിക്കുക. നമ്മുടെ ഭവനങ്ങളെ സംബന്ധിച്ച്, വ്യക്തികളെ സംബന്ധിച്ച്, സ്ഥാപനങ്ങളെ സംബന്ധിച്ച്, സമ്പത്തിനെ സംബന്ധിച്ച്, ജോലിയെ സംബന്ധിച്ച് സ്തുതിച്ച് പ്രാർത്ഥിക്കുക. ദൈവത്തിന്റെ ആത്മാവ് പിതാവായ ദൈവമേ, പുത്രനായ ദൈവമേ, പരിശുദ്ധാത്മാവായ ദൈവമേ, അമലാത്മാവ് അറിയമേ, മാലാഖമാരെ, മുഖ്യ ദൂതന്മാരെ, സ്വർഗ്ഗത്തിൽ വിശുദ്ധരെ, ഞങ്ങളിലേക്ക്, ഞങ്ങളുടെ കുടുംബത്തിലേക്ക്, കൂട്ടായ്മയിലേക്ക് ആരെങ്കിലും കാണുന്നുണ്ടോ അവരിലേക്ക് ഇറങ്ങണമേ. ഞങ്ങളെ ശക്തിപത്തിനെ സഹായിക്കണേ, സംരക്ഷിക്കണേ, വിശുദ്ധീകരിക്കണേ, രൂപാന്തരമായ തിരത്തെത്താൻ കഴിയണമേ. സകല ശുദ്രം, മന്ത്രവാദ,
ദാപിജാന കൂടോത്രം ദുഷിദോഷം പൈശാചാഹ പീഡന ബാധക കൈവശങ്ങൾ ദൂരേറ്റണമേ. പാപകരമായ സകലതും അസൂയ ചതി വഞ്ചന ഞങ്ങൾ എന്നേക്കുമായി വിട്ടുപോട്ടെ. സർവശക്തനായ ദൈവത്തിന്റെ സദ്യ രക്ഷകനായ യേശുവിന്റെ നാമത്തിലും പരിശുദ്ധ കന്യാമാരി സദ്യയിലും മധ്യസ്ഥാനം നികാർ റബ്ബായ ഗബ്രിയേൽ മാലാമാരുടെ ശക്തമായ സാന്താ സംരക്ഷിച്ചാലും ഞങ്ങളുടെ ശരീരത്തിലും മനസ്സിലും ആത്മാവിലും കുടുംബത്തില് വ്യക്തിജീവിതത്തിലെ സമൂഹത്തിലെ എല്ലാ തിന്മകളും വെള്ളത്തിലും വായിലൂടെ വസ്തുവിലും ഭക്ഷണം കടന്നു വന്ന മാനസികമോ ശാരീരികമോ ആത്മീയമായിട്ടുള്ള മാനുഷികമോ പ്രാപ്തിയമോ പൈശാചികമായ സകല ബന്ധനങ്ങളും മത്തായി 4:10 ലൂക്ക 4:2 മർക്കോസ് 16:5 1 3 പിശാചിന്റെ പ്രവർത്തികളെ നശിപ്പിക്കാൻ വേണ്ടിയ ദൈവപുത്ര വന്ദി 10 സദ്യ സകലവിധ പ്രകൃതിശോമ ഇടിമിന് ഇടിവിട്ട നാശങ്ങൾ വെറുപ്പ് ദ്വേഷം വാശു വരാൻ തർക്കം കലങ്ങളും പ്രശ്നങ്ങളും പ്രതിസന്ധികൾ ജഡിയാ ദിവ്യാസ് ഗോപാസ്തി ഭക്ഷണാസ്തി സ്വയം പോക്കം സ്വർഗബോധ തെറ്റായ ബന്ധങ്ങൾ സ്നേഹങ്ങൾ വിഭജാ ദുർബോധം അഹങ്കാര അസൂയ അലസം മോഹം കോപം കൊതി വിവാഹ തടസ്സം ജോലി തടസ്സം വിൽപ്പനാസം യാത്രാ തടസ്സം പഠനതടസ്സം കോടതിയിൽ സാമ്പത്തിക കൊണ്ട് കണ്ണു മൂക്ക് ചെവി നാക്ക് തൊക്ക് ആന്തരിക ബാഹ്യങ്ങൾ ചെറുതുള്ള രോഗപ്പെടലുകൾ അമിതമായ ഭയം ദുഃഖം നിരാശ അപകർഷതാബോധം കുറ്റബോധം ലജ്ജ തൊട്ടവാടി സ്വഭാവം വിശ്വാസക്കുറവിന്റെ ദുരാത്മാവ് ക്ഷമിച്ച് പ്രാർത്ഥിക്കുക സ്തുതിച്ച് പ്രാർത്ഥിക്കുക വചനം വായിക്കാൻ ജപമാചരണ തടസ്സങ്ങൾ രോഗശാന്തി തടസ്സങ്ങൾ സന്ദേശങ്ങളുള്ള തടസ്സങ്ങൾ വന്യജീവികളുടെ ക്ഷുദ്രങ്ങളുള്ള ആക്രമണങ്ങൾ അതിന് പിന്നെ പൈശാചി അടിപ്പിന് അന്ധകാര ശക്തികൾ സാത്താൻ ശക്തികൾ ദുഷ്ടശക്തികളെ ജീവിക്കുന്ന ദൈവത്തിന്റെ പുത്രനായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഞാൻ ശാസിക്കുന്നു. യേശുനാഥ്യം ബന്ധിക്കുന്നു, യേശുനാഥ് ബഹിഷ്കരിക്കുന്നു, അട്ടിമാരിക്കുന്നു. ഇനി മേലൊരിക്കലും ഞങ്ങളുടെ കുടുംബത്തിന്റെ കൂട്ടായ്മയിലോ ഇത് കണ്ടുകൊണ്ടിരിക്കുന്നവരിലോ പ്രവേശിച്ചു വരുന്ന സാത്താനെ നിന്നോട് ഞാൻ കൽപ്പിക്കുന്നു, വിട്ടുപോട്ടെ. ശക്തമായി ശ്രദ്ധിച്ച് ആലുലി 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 വന്ന് ശ്രദ്ധിച്ച് ആലുലി 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 വന്ന് ശ്രദ്ധിച്ച് കരങ്ങളടിച്ച് ആരാധിക്കുന്നു. യേശുവിലേക്ക് നോക്കി ആരാധിക്കുന്നു. വലിയ സന്തോഷത്തോടെ ആരാധിക്കുന്നു. സിറപ്പുകൾ ആരാധിക്കും പരിശുദ്ധനെ സന്തോഷത്തെ സ്വന്തം മക്കൾ ആരാധിച്ചിടും. സിറപ്പുകൾ ആരാധിക്കും പരിശുദ്ധനെ സന്തോഷത്താൽ സ്വന്തം മക്കൾ ആരാധിച്ചിടും. രോഗം മാറും ക്ഷീണം മാറും ആരാധനയെങ്കിൽ മൺകുടമുടയും തീ കത്തിയിടും ആരാധനയെങ്കിൽ. രോഗം മാറും ക്ഷീണം മാറും ആരാധനയെങ്കിൽ മൺകുടമുടയും തീ കത്തിയിടും ആരാധനയെങ്കിൽ. അപ്പസ്തോലർ രാത്രികാലെ ആരാധിച്ചപ്പോൾ ചങ്ങലപൊട്ടി ബന്ധിതരെല്ലാം മോചിതരായല്ലോ. അപ്പസ്തോലർ രാത്രികാലെ ആരാധിച്ചപ്പോൾ ചങ്ങലപൊട്ടി ബന്ധിതരെല്ലാം കരമുളയത്തെടിച്ചു പാടി ആരാധിക്കുന്നേ ഞങ്ങൾ ആരാധിക്കുന്നേ ആത്മനാഥനേശുവിനെ ആരാധിക്കുന്നേ ആരാധിക്കുന്നേ ഞങ്ങൾ ആരാധിക്കുന്നേ ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്നേ. ഹല്ലേലൂയാ 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 ആരാധന 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 തകർച്ചകളോർത്ത് സ്തുതിക്കുക, ബലഹീനതകളോർത്ത് സ്തുതിക്കുക, രോഗങ്ങളോർത്ത് സ്തുതിക്കുക, അപമാനങ്ങളോർത്ത് സ്തുതിക്കുക, നിന്ദനങ്ങളെ പരിഹാസങ്ങളോർത്ത് സ്തുതിക്കുക, ഒറ്റപ്പെടുത്തൽ കുറ്റപ്പെടുത്തൽ കളിയാക്കളികളോർത്ത് സ്തുതിച്ച് പ്രാർത്ഥിക്കുക. ശിരിരി പിശാചിന്റെ ശല്യപ്പെടുത്തലുകൾ വിട്ടുപോട്ടെ. ശിരിരി എല്ലാ തിന്മയുടെ അരുവികളും മാറിപ്പോട്ടെ. ആത്മഹത്യ ചിന്തകൾ വിട്ടുപോട്ടെ. ശിരിരി ദുഃഖത്തിന്റെ ദുരാത്മാവ് മാറിപ്പോട്ടെ. വിശ്വാസക്കുറവിന്റെ ദുരാത്മാവ് വിട്ടുപോട്ടെ. ആലുലി ആലുലി ഭ്രൂണഹത്യയുടെ തിന്മയെ വിട്ടുപോട്ടെ. ശിരിരി ആലുലി ആലുലിയ സമാധാനമേ കുടുംബ കലഹങ്ങൾ മാറിപ്പോട്ടെ. കുടുംബ കലഹങ്ങൾ വിട്ടുപോട്ടെ. വിവാദീയ ചിന്തകൾ ഈ ദേശത്തു നിന്നും നാട്ടിൽ നിന്നും ഞങ്ങളുടെ കുടുംബങ്ങളിൽ നിന്നും വ്യക്തികളിൽ നിന്നും മാറിപ്പോട്ടെ. ആലുലി 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 ആലുലിയ ഇടപെടമേ. വിശുദ്ധ കുർബാന ഇറങ്ങി വന്ന് തുടരണമേ കർത്താവേ. കുമ്പസാരത്തിന്റെ അഭിഷേകം വർഷിക്കണേ. കുർബാനയുടെ അഭിഷേകം വർഷിക്കണമേ. എല്ലാവരും ശ്രദ്ധിച്ച് അലസതയുടെ ദുരാത്മാവ് വിട്ടുപോട്ടെ. അലസത മാറിപ്പോട്ടെ. സ്വസ്ഥാനത്തിരുന്നുകൊണ്ട് ശക്തമായി സ്തുതിക്കുക. വിശുദ്ധ കുർബാനയിൽ യേശുവിനെ സ്തുതിച്ച് പ്രാർത്ഥിക്കുക. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. നിരാശ കൂടാതെ പ്രത്യാശയോടെ സ്തുതിക്കുക. ഷിയ അരിയ 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 അരിയ. ഉന്നതത്തിൽ നിന്ന് ശക്തി ധരിക്കുന്നവരെ സ്തുതിക്കുക. ബന്ധനങ്ങൾ അഴിയുന്നവരെ സ്തുതിച്ച് പ്രാർത്ഥിക്കുക. ഹല്ലേലൂയ ഹല്ലേലൂയ പറഞ്ഞുകൊണ്ട് സ്തുതിക്കുന്നു. ഷിയ അരിയ അരിയ അരിയ. വിശ്വാസത്തോടെ സ്തുതിച്ചേൻ. ഷിയ അരിയ അരിയ. ചാത്തൻ സേവാ മഠത്തിൽ പോയിട്ടുള്ള വ്യക്തികളെ ഈ സമൂഹത്തിൽ കർത്താവ് കാണിക്കുകയാണ്. ഒന്നാം പ്രമാണ ലംഘനം, ശക്തമായ ഒന്നാം പ്രമാണ ലംഘനം നടത്തിയവർ അറിഞ്ഞറിയാതെയോ ആരൊക്കെ പറഞ്ഞു കേട്ടോ മറ്റോ ചാത്തൻ സേവാ മഠത്തിൽ പിശാചിനെ ആരാധിക്കാൻ പോയവരും അങ്ങനെയുള്ള തിന്മ ചെയ്തവരും ചങ്കുപൊട്ടി അനുദപിക്കുക, കൊണ്ടുവന്ന് കൂടോത്രങ്ങൾ പല സ്ഥലത്ത് കുഴിച്ചിട്ടവരും അതെല്ലാം എടുത്ത് നശിപ്പിച്ച് കളഞ്ഞൊരു വൈദികനെ കൊണ്ടുവന്ന് വീട് വെഞ്ചിരിക്കുക, തുറന്ന് ചങ്കുപൊട്ടി കുമ്പസാരിച്ച് പരിഹാരം ചെയ്യുക. ഒത്തിരി പ്രാവശ്യം
ആൻറ്റിബയോട്ടിക് ഗുളിക കഴിച്ചിട്ടും മാറാത്ത രോഗമേഖല കർത്താവ് സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നുണ്ട്. ഒത്തിരി പ്രാവശ്യമായി ആൻറ്റിബയോട്ടിക് കഴിച്ചുകൊണ്ടിരിക്കുന്നു. ഈ ആൻറ്റിബയോട്ടിക് ഗുളികൾ എന്തൊരു പ്രത്യേക രോഗാവസ്ഥ മാറാൻ വേണ്ടി കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ രോഗത്തിൽ ഒരു മാറ്റമില്ല. അവൻ തൻ്റെ വചനം അയച്ച് അവിടുന്ന് ഈ സമയം കർത്താവ് ആ വ്യക്തിയെ സൗഖ്യപ്പെടുത്തുകയാണ്. ആ സൗഖ്യം തിരിച്ചറിഞ്ഞ വ്യക്തി ഏൽറുഹയിൽ വന്ന് സാക്ഷ്യപ്പെടുത്തിയ ദൈവത്തെ മഹത്വപ്പെടുത്തണം. കാരണം അത് അത്രയും വലിയൊരു രോഗശാന്തിയാണ്. കർത്താവ് ഒരുപാട് ആൻറ്റിബയോട്ടിക് കഴിച്ചിട്ട് മാറാത്ത രോഗാവസ്ഥ കർത്താവ് സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നു. നന്ദി പറയുക. അമിതമായ വേർപ്പ് കർത്താവ് സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നുണ്ട്. പിശാചിൻ്റെ ശല്യപ്പെടുത്തൽ, പക്ഷെ നേരത്തെ പറഞ്ഞതുപോലെ തട്ടൽ, മുട്ടൽ, ഓടൽ, ചാടൽ, അപശബ്ദങ്ങൾ, ഇങ്ങനെയുള്ള പല കുടുംബങ്ങളിൽ നിന്ന് അങ്ങനെയുള്ള മേഖലയിൽ കർത്താവ് എടുത്തു മാറ്റി അനുഗ്രഹിക്കുന്നതായിട്ട് കാണിക്കുന്നു. പരിശുദ്ധ അമ്മയുടെ ജപമാല ചൊല്ലി സ്തുതിച്ച് പ്രാർത്ഥിക്കാൻ കർത്താവ് എല്ലാവർക്കും സന്ദേശം തരികയാണ്. സ്നേഹമുള്ളവരെ, എല്ലാ ചൊവ്വാഴ്ചയും 7:30 എൽറുഹ ധ്യാന കേന്ദ്രത്തിൽ നിന്ന് യൂട്യൂബ് ചാനലിലൂടെ എൽറുഹ അത്ഭുതങ്ങളുടെ ജപമാല വിശുദ്ധ അന്തോണീസ് നൊവേന എന്ന പേരിലുള്ള ശുശ്രൂഷയുണ്ട്. നിങ്ങൾക്ക് അത് കണ്ട് പ്രാർത്ഥിക്കാം. പരിശുദ്ധ അമ്മയുടെ ജപമാല ചൊല്ലി സ്തുതിച്ച് പ്രാർത്ഥിക്കുക. പരിശുദ്ധ അമ്മയുടെ ജപമാല ചൊല്ലി സ്തുതിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഒത്തിരിയേറെ അനുഗ്രഹം കിട്ടുമെന്ന് സന്ദേശം തരികയാണ്. ഉത്സവഘോഷത്തോടെ കർത്താവിനെ സ്തുതിക്കാൻ കർത്താവ് പറയുക. ഉത്സവഘോഷത്തോടെ, ഇങ്ങനെ സാധാരണ പോലെ സ്തുതിച്ചാൽ പോരാ, ഉച്ചത്തിൽ വാ തുറന്ന് ദൈവത്തെ മഹത്വം കൊടുക്കാൻ കർത്താവ് സന്ദേശം തരികയാണ്. ഏറ്റവും വലിയ ആരാധനയാണ് വിശുദ്ധ കുർബാന എന്ന് കാണിക്കുന്നു. വിശുദ്ധ കുർബാനയ്ക്ക് പോകാത്ത മക്കളെ പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തുകയാണ്. വിശുദ്ധ കുർബാനയ്ക്ക് പ്രാധാന്യം കൊടുക്കാത്തവരെ കാണിക്കുകയാണ്. തൊട്ടടുത്ത് പള്ളി ഉണ്ടായിട്ട് പോലും പോകാത്തവരെ, എല്ലാ സൗകര്യം ഉണ്ടായിട്ട് പോകാത്തവരെ കാണിക്കുകയാണ്. വിശുദ്ധ കുർബാനയ്ക്ക് വലിയ പ്രാധാന്യം കൊടുക്കാൻ ഈശോ പറയുകയാണ്. കുമ്പസാരം കുർബാനയ്ക്ക് വലിയ പ്രാധാന്യം കൊടുക്കണമെന്ന് ശക്തമായി കർത്താവ് സന്ദേശം തരികയാണ്. കുമ്പസാരമാണ് ഏറ്റവും വലിയ ബന്ധന പ്രാർത്ഥനയാണ് കുമ്പസാരം. കുമ്പസാരിച്ചതിന് ശേഷം വേണം ഈ ബന്ധന പ്രാർത്ഥനകളൊക്കെ ചൊല്ലി നമ്മൾ പ്രാർത്ഥിക്കാനായിട്ട്. ഹൃദയം തുറന്ന് ഉള്ളു തുറന്ന് കുമ്പസാരിക്കുക. താഴേക്കാട് എന്ന സ്ഥലത്തിരുന്നുകൊണ്ട് ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന ഒരാളെ കർത്താവ് അനുഗ്രഹിക്കുന്നുണ്ട്. സ്ട്രോക്ക് വന്ന് സംസാരിക്കാൻ പറ്റാത്ത വ്യക്തിക്ക് കർത്താവ് സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നുണ്ട്. അൾസർ സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നുണ്ട്. കണ്ണിൽ പീള കിട്ടുന്ന അവസ്ഥ സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നുണ്ട്. ചില മക്കളുടെ അലസത കർത്താവ് എടുത്തു മാറ്റി അനുഗ്രഹിക്കുന്നുണ്ട്. ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല, യോഹന്നാൻ 14:18 വചനം കർത്താവ് ഒരു സന്ദേശമായി സമൂഹത്തിൽ തരികയാണ്. കുഴമ്പ്, കഷായം ഇങ്ങനെ ഉൾപ്പെടെയുള്ള ആയുർവേദ മരുന്ന് കഴിക്കുന്നവരൊക്കെ പ്രാർത്ഥിച്ചോ. കുഴമ്പിടൽ, കഷായം കുടിക്കുകയില്ല, അല്ലെങ്കിൽ മറ്റ് ആയുർവേദ മരുന്നുകളൊക്കെ കഴിച്ചിട്ടും കാര്യമായൊരു രോഗം മാറ്റമൊന്നും ഇല്ലാതെ വിഷമിക്കുന്നവർ പ്രാർത്ഥിച്ചോ. ആ മേഖലകളെ സമർപ്പിച്ച് അങ്ങനെ മരുന്ന് കഴിക്കുന്നവർക്ക് പലർക്കും ഈ മേഖലയിൽ ഈശോ അത്ഭുത രോഗശാന്തി നൽകി അനുഗ്രഹിക്കുന്നതായിട്ട് കാണിക്കുന്നു. ഒരു വ്യക്തിക്ക് ഗവൺമെൻറ് ജോലി നൽകി കർത്താവ് അനുഗ്രഹിക്കുന്നുണ്ട്. കണ്ണിൽ തുള്ളിമരുന്ന് ഒഴിക്കുന്ന ഒരു മകളെ സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നുണ്ട്. ആലപ്പുഴ ഭാഗത്ത് നിന്ന് ശുശ്രൂഷ പകരുന്ന ഒരു കുടുംബത്തെ കർത്താവ് അനുഗ്രഹിക്കുന്നുണ്ട്. ഓവറിയിൽ 2 സിസ്റ്റുകളുള്ള ഒരു മകൾക്ക് കർത്താവ് സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നുണ്ട്. ഡിപ്രഷനും മരുന്ന് കഴിക്കുന്ന ഒരു മകനെ കർത്താവ് സ്പർശിക്കുന്നുണ്ട്. ഓട്ടിസം ബാധിച്ച് 7 വയസ്സോളം പ്രായമുള്ള ഒരു കുട്ടിയെ കർത്താവ് സ്പർശിക്കുന്നുണ്ട്. വിവാഹമോചനത്തിന് ഒരുങ്ങുന്ന ദമ്പതികളോട് അത് ചെയ്യരുതെന്ന് കർത്താവ് സന്ദേശം തരികയാണ്. വാടക വീട്ടിൽ കഴിയുന്ന ഒരു കുടുംബത്തിന് പുതിയ ഭവനം നൽകി ഈശോ അനുഗ്രഹിക്കുന്നുണ്ട്. ശരീരം മുഴുവൻ അതിശക്തമായ ചൊറിച്ചിലുള്ള ഒരു വ്യക്തിക്ക് സൗഖ്യം നൽകുന്നു. കഴുത്തിൽ ഉത്തിരിയും ധരിക്കാൻ കർത്താവ് സന്ദേശം തരുന്നു. മിശ്ര വിവാഹത്തിന് ഒരുങ്ങുന്ന വ്യക്തിയോട് അത് ചെയ്യരുതെന്ന് കർത്താവ് ശക്തമായ മുന്നറിയിപ്പ് തരികയാണ്. IELTS പരീക്ഷയിൽ വിജയം നൽകി മിന്നു എന്ന മകളെ കർത്താവ് അനുഗ്രഹിക്കുന്നുണ്ട്. വീഞ്ഞു കുടിക്കുകയും ഉണ്ടാക്കി വിൽക്കുകയും ചെയ്യുന്നവരെ കർത്താവ് കാണിക്കുകയാണ്. അതിൽ നിന്ന് പിന്തിരിയാൻ കർത്താവ് മുന്നറിയിപ്പ് തരികയാണ്. ചാമ്പയ്ക്ക്, ലൂപിക്ക, നെല്ലിക്ക, മുന്തിരി, വൈൻ ഇതൊക്കെ ഉണ്ടാക്കുകയും വിൽക്കുകയും ചെയ്യുന്ന മക്കളോട് അതിൽ നിന്ന് പിന്തിരിയാൻ, അതൊക്കെ പരിപൂർണ്ണമായിട്ട് ഉപേക്ഷിക്കാനും കുമ്പസാരിക്കാനും കർത്താവ് മുന്നറിയിപ്പ് തരികയാണ്. മുണ്ടുനീരുള്ള ഒരു വ്യക്തിക്ക് സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നു. ഒരു അഡ്വക്കേറ്റിനെ കർത്താവ് അനുഗ്രഹിക്കുന്നതായിട്ട് കാണിക്കുന്നു. അരിമ്പൂർ എന്ന സ്ഥലത്തിരുന്നുകൊണ്ട് ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന ഒരാളെ അനുഗ്രഹിക്കുന്നു. അരിക്കച്ചവടം നടത്തുന്ന ഒരു മകന്റെ ജീവിതത്തിൽ ഇടപെടുന്നതായിട്ട് കാണിക്കുന്നു. അതിശക്തമായ ലൂസ് മോഷൻ ഉള്ള വ്യക്തിക്ക് സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നു. ഫുഡ് പോയിസൺ ബാധിച്ച ഒരു മകൾക്ക് സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നു. വൻകുടലിന് ക്യാൻസർ ഉള്ള ഒരു സഹോദരനെ കർത്താവ് സ്പർശിക്കുന്നു. തുറന്ന കുമ്പസാരം നടത്താൻ ആ ക്യാൻസർ ഉള്ള ആൾക്ക് സന്ദേശം തരികയാണ്. ഇന്നത്തെ ശുശ്രൂഷയിൽ ഒത്തിരി പേർക്ക് ആന്തരിക സൗഖ്യം നൽകി കർത്താവ് അനുഗ്രഹിക്കുന്നുണ്ട്. ഇടിമിന്നലിനെ ഭയം, ഇരുട്ടിനെ ഭയം, സഭാകമ്പം ഇങ്ങനെയുള്ളവരൊക്കെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാൻ ഈശോ പറയും. അവർക്ക് കർത്താവ് സ്പർശിക്കുന്നുണ്ട്. കണ്ണ് സംബന്ധമായ രോഗമുള്ളവർ പ്രാർത്ഥിക്കുക. കണ്ണിന് ഇഞ്ചക്ഷൻ വയ്ക്കുന്ന ഒരു വ്യക്തിക്ക് കർത്താവ് പ്രത്യേകം സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നു. നടുവിന് ബെൽറ്റ് ഇട്ടിരിക്കുന്ന ടോമി എന്ന മകന് സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നു. ബീഫ് കഴിക്കുമ്പോൾ അലർജി ഒരാൾക്ക് സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നു. സ്ഥലവുമായി ബന്ധപ്പെട്ട് സഹോദരങ്ങൾ തമ്മിലുള്ള തർക്കത്തിൽ കർത്താവ് ഇടപെടുന്നതായിട്ട് കാണിക്കുന്നു. ജോസിയ എന്ന മകളെ കർത്താവ് അനുഗ്രഹിക്കുന്നതായിട്ട് കാണിക്കുന്നു. ഗർഭിണിയായ ഒരു മകളുടെ വിട്ടുമാറാത്ത പനി കർത്താവ് സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നു. ബിനു എന്ന മകന്റെ തൊണ്ട സംബന്ധമായ വേദന സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നു. നിസ്സാര കാര്യങ്ങൾക്ക് പോലും വഴക്കുണ്ടാക്കുന്ന ഒരു ഭവനം കാണിക്കുകയാണ്. മുടങ്ങാതെ ബന്ധന പ്രാർത്ഥന ചൊല്ലി പ്രാർത്ഥിക്കാൻ അവർക്ക് സന്ദേശം നൽകുകയാണ്. എന്ത് ഭക്ഷണം കഴിച്ചാലും നെഞ്ചെരിയുന്ന അവസ്ഥ കർത്താവ് ഒരു മകനെ സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നു. സ്റ്റെഫിയെ കർത്താവ് അനുഗ്രഹിക്കുന്നു. ബാങ്ക് മാനേജറായി ജോലി ചെയ്യുന്ന ഒരു വ്യക്തിയുടെ വിവാഹ തടസ്സം കർത്താവ് എടുത്തു മാറ്റി അനുഗ്രഹിക്കുന്നു. നോബിളിനെ കർത്താവ് അനുഗ്രഹിക്കുന്നുണ്ട്. പിത്താശയത്തിൽ കല്ലുള്ള ഒരു വ്യക്തിക്ക് സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നു. 2 കാലിലും ചൊറിച്ചിലുള്ള ഒരു കുട്ടിയെ കർത്താവ് സൗഖ്യപ്പെടുന്നതായിട്ട് കാണിക്കുന്നു. അന്നനാളത്ത് ക്യാൻസറുള്ള ഗുരുതരാവസ്ഥയിലായിരിക്കുന്ന ഒരാളെ കർത്താവ് സ്പർശിക്കുന്നുണ്ട്. ചെന്നൈയിൽ നിന്നും ഇന്നത്തെ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന ഒരു വ്യക്തിയുടെ വിസാ തടസ്സം കർത്താവ് എടുത്തു മാറ്റി അനുഗ്രഹിക്കുന്നു. പാമ്പ് കടി ഏറ്റതിനെ തുടർന്ന് വിഷം കയറിയ അതിന്റെ വേദനയും അസ്വസ്ഥതയും വിട്ടുമാറാത്ത ഒരാളെ കർത്താവ് സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നു. അബുദാബി എന്ന സ്ഥലവുമായി ബന്ധപ്പെട്ട് പ്രാർത്ഥിക്കുന്ന ഒരാളുടെ ജീവിതത്തിൽ ഇടപെടുന്നതായിട്ട് കാണിക്കുന്നു. കീഹോൾ സർജറിക്കായിട്ട് ഒരുങ്ങുന്ന ഒരു വ്യക്തിയെ കർത്താവ് സ്പർശിക്കുന്നു. ശരീരം മുഴുവൻ ചൂടുകുരു വരുന്ന അങ്ങനെ അവസ്ഥയുള്ള ഒരു വ്യക്തിക്ക് കർത്താവ് സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നു. ഒരു കോൺവെന്റിൽ നിന്നും ഈച്ചശല്യം കർത്താവ് എടുത്തു മാറ്റി
അനുഗ്രഹിക്കുന്നു. ത്വക്ക് സംബന്ധമായ രോഗാവസ്ഥ അനേകം മക്കൾക്ക് സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നു. ലില്ലിക്കുട്ടിയെ കർത്താവ് അനുഗ്രഹിക്കുന്നു. യൂറിൻ പോയിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയുള്ള ഒരു കുഞ്ഞിന്റെ കഴുത്തിൽ വെന്തിങ് ഇട്ട് കൊടുക്കാൻ കർത്താവ് സന്ദേശം നൽകുകയാണ്. തണുത്ത ആഹാരം കഴിക്കുമ്പോൾ പല്ലിന് പുളിപ്പ് വരുന്ന ഒരാളെ കർത്താവ് സൗഖ്യപ്പെടുത്തി അനുഗ്രഹിക്കുന്നതായിട്ട് കാണിക്കുന്നു. പാറു എന്ന മകളെ കർത്താവ് അനുഗ്രഹിക്കുന്നതായിട്ട് കാണിക്കുന്നു. വീട്ടിൽ എപ്പോഴും കലഹവും സമാധാനമില്ലാത്ത അവസ്ഥയുമുള്ള അനിത എന്ന മകളോട് കുടുംബ പ്രാർത്ഥന മുടങ്ങാതെ ചൊല്ലാനും ബന്ധന പ്രാർത്ഥന ചൊല്ലാനും കർത്താവ് സന്ദേശം നൽകുകയാണ്. ഓടിട്ട വീട്ടിൽ താമസിക്കുന്ന കാലിൽ വേരിക്കോസ് വെയിൻ പൊട്ടി പഴുത്തിരിക്കുന്ന ഒരു സഹോദരനെ കർത്താവ് സൗഖ്യപ്പെടുന്നതായിട്ട് കാണിക്കുന്നു. കൈപ്പത്തിയിൽ ഇടയ്ക്കിടയ്ക്ക് ശക്തമായ ചൊറിച്ചിൽ വരുന്ന ഒരു സഹോദരനോട് തുറന്ന കുമ്പസാരം നടത്തി പ്രാർത്ഥിക്കാൻ കർത്താവ് സന്ദേശം തരുന്നു. ശക്തമായി സ്തുതിച്ചേൻ. ഹാലലിയ 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 വന്ന് സ്തുതിച്ചേൻ. നടുവേദന പുറമേദന എല്ലാം സൗഖ്യപ്പെടട്ടെ. അസ്ഥി സംബന്ധമായ രോഗങ്ങളൊക്കെ യേശുനാമത്തിൽ സൗഖ്യപ്പെടുന്നു. ഭിന്നിപ്പ് വിട്ടുപോട്ടെ, മാറിപ്പോട്ടെ, കലഹങ്ങൾ മാറിപ്പോട്ടെ. ഹാലലിയ 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 ഹാലലിയ. എൻ്റെ പേര് അൽഫോൺസ. ഞാൻ തൃശ്ശൂർ ജില്ലയിലെ മച്ചാട് ഇടവകയിൽ നിന്ന് വരുന്നു. എനിക്ക് മൂലക്കുരുവിൻ്റെ ബുദ്ധിമുട്ട് 5-6 വർഷമായിട്ടുണ്ടായിരുന്നു. ആദ്യം കോഴിമുട്ടയും ചിക്കനും ഒക്കെ കഴിക്കുമ്പോൾ നല്ല ബുദ്ധിമുട്ടായിരുന്നു. പിന്നെ ഡോക്ടറെ കണ്ടു, ഹോമിയോ ഡോക്ടറെയാണ് കണ്ടത്. അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇനി അത് ഭക്ഷണമൊക്കെ നിയന്ത്രിക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ആ ഭക്ഷണമൊക്കെ നിയന്ത്രിച്ചിരുന്നു. എന്നിട്ടും എനിക്ക് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പിന്നെ ഡോക്ടറെ കണ്ടപ്പോൾ ഡോക്ടർ പറഞ്ഞു കട്ടിയുള്ള ഭക്ഷണങ്ങൾ മുഴുവനും ഉപേക്ഷിക്കാൻ പറഞ്ഞു. റവ, അങ്ങനെ പൊറോട്ട, മൈദയുടെ അങ്ങനെ അതെല്ലാം പറഞ്ഞു. പിന്നെ അതൊക്കെ നിയന്ത്രിച്ചിട്ടും എനിക്ക് നല്ല ബുദ്ധിമുട്ടായിരുന്നു. പിന്നെ ഞാൻ ഹോമിയോപ്പതിയിലേക്ക് മാത്രമേ പോയിരുന്നുള്ളൂ. എനിക്ക് നാണം കാരണം ഞാൻ വേറെ ഡോക്ടറെയൊന്നും കണ്ടിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ മച്ചാട് 2024 ഒക്ടോബർ മാസത്തിൽ അവിടെ എൽറുഹയിൽ കൺവെൻഷൻ ഉണ്ടായിരുന്നു. അന്ന് ആദ്യത്തെ ദിവസം തന്നെ ദിവ്യബലി കഴിഞ്ഞ ആരാധന കഴിഞ്ഞപ്പോൾ റാഫേലച്ചൻ വിളിച്ച് പറഞ്ഞു അൽഫോൺസയുടെ മൂലക്കൂര് കർത്താവ് സൗഖ്യപ്പെടുത്തുന്നു എന്ന്. ഞാനത് കുറച്ച് വിശ്വസിച്ചു. പിന്നെ കുറച്ച് പേരുണ്ടാവില്ല, അൽഫോൺസുകൾ വേറെ ഉണ്ടാവില്ലോ എന്ന് വിചാരിച്ചു. പിന്നെ അതിന് ശേഷം ഞാൻ ശ്രദ്ധിക്കുമ്പോൾ എനിക്ക് അതുവരെ ഉണ്ടായിരുന്ന ബുദ്ധിമുട്ട് പിന്നെ ഇതുവരെ 4 മാസമായിട്ടൊരു ദിവസം പോലും ഉണ്ടായിട്ടില്ല. എല്ലാം എനിക്ക് നന്നായി പരിപൂർണ്ണ സൗഖ്യം കിട്ടിയിരിക്കുന്നു. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഈ സമയം നമുക്ക് കർത്താവിൻ്റെ സന്നിധിയിൽ മുട്ടുകൾ കുത്തി കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് ശക്തമായി സ്തുതിച്ചുകൊണ്ട് കർത്താവിൻ്റെ അനുഗ്രഹം നമുക്ക് നേടിയെടുക്കാം. ശക്തമായി സ്തുതിച്ചു. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ശക്തമായി സ്തുതിക്കുക. പോരാ, ശബ്ദമുയർത്തി സ്തുതിച്ചേൻ. കരുണാമയ കനിയേണമേ ദൈവപിതാവേ കനിയേണമേ കരുണയായിരിക്കേണമേ ഞങ്ങളിൽ കരുണയായിരിക്കേണമേ ഞങ്ങളിൽ കരുണയായിരിക്കേണമേ.